പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ ദിവസം കുറച്ച് ഭാഗ്യങ്ങളൊക്കെ കുറച്ച് നക്ഷത്ര ജാതകർക്ക് കാണുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ധനനേട്ടത്തിന് ഒരു അവസരം ഇന്നത്തെ ദിവസം ലഭിക്കുകയാണ്. ലോട്ടറി ഭാഗ്യം ഒന്ന് പരീക്ഷിച്ചാൽ ചെറിയൊരു തുകയെങ്കിലും സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലെ പല വിഷമതകളും മാറി വരുന്നതിനെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് പറയാനുള്ളത്. രോഹിണി നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക പുരോഗതിയിലേക്ക് കടക്കാൻ പല വാതിലുകളും തുറന്നു കിട്ടുകയാണ് ഇന്നേ ദിവസം. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിനുള്ള ലോണുകൾ ശരിയാകാനും ലോട്ടറി ഭാഗ്യത്തിലൂടെയൊക്കെ ഒരു സാമ്പത്തിക നേട്ടം കൈവരിക്കാനും ചിട്ടി വീണ് കിട്ടാനും എല്ലാം നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസം പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതിജീവിക്കുന്നതിന് പല മാർഗങ്ങളും ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്നൊരു ദിവസം കൂടിയാണ്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. വഴിയാത്രകളിൽ പല നല്ല വ്യക്തികളെയും കണ്ടുമുട്ടാനും അവരിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ്. ശത്രുക്കളുടെ ഉപദ്രവം ഈ ദിവസങ്ങളിൽ കുറഞ്ഞിരിക്കും. പല വിധത്തിലുള്ള രോഗാരിഷ്ടതകളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സ ലഭിക്കും. ബന്ധുജനങ്ങളുമായിട്ട് കണ്ടുമുട്ടാനും സൗഹൃദം പങ്കുവെക്കാനും എല്ലാം നല്ല അവസരങ്ങളാണ് വരുന്നത്. ചില സമയങ്ങളിൽ യാത്രകൾ ആവശ്യമായിട്ട് വരും. തൊഴിൽ രംഗത്ത് വേണ്ട രീതിയിൽ പുരോഗതി ലഭിച്ചു തുടങ്ങും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്താൻ ഒരു ക്ലേശവും ഉണ്ടാകില്ല. ഇന്നേ ദിവസം പുണ്യക്ഷേത്ര ദർശനം, പുണ്യദേവാലയ ദർശനം എന്നിവയൊക്കെ നടത്താൻ അവസരങ്ങൾ ലഭിക്കും. ഭൂമി കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഈശ്വര ആരാധനയ്ക്ക് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ഭൂമി കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. നാൽക്കാലി വളർത്തൽ ലാഭകരമാകും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ്. സ്വയം തൊഴിലുകളിൽ അധിക പണം ചിലവാക്കാതിരിക്കുക. ഗർഭപാത്രബന്ധിയായ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, വീഴ്ച ഇവ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗണപതി ഹോമം കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ഇവർ ആഗ്രഹിക്കുന്നൊരു കാര്യം ലഭിക്കുന്ന ഒരു സന്തോഷ ദിനമാണ് ഇന്ന്. അത് സന്താനങ്ങളുടെ കാര്യത്തിലാണ് എന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സന്താനങ്ങൾക്ക് വിദേശ തൊഴിൽ എന്ന ആഗ്രഹം ഇന്ന്, അതിനുള്ള ആദ്യ ചലനം ഇവർക്ക് നേരിട്ട് മനസ്സിലാകുന്ന ദിവസമാണ്. കോൺട്രാക്ടർമാർക്കും ഇന്നേ ദിവസം അനുകൂലമായിട്ട് വരും. ഗവൺമെൻറ്റിൽ നിന്നുള്ള കാര്യതടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവം വിട്ടൊഴിയും. മനോവിചാരവും ആദിയും കുറവായിരിക്കും. സാമ്പത്തിക പുരോഗതിക്കുള്ള പല അവസരങ്ങളും ഇവർക്കുള്ളതിനാൽ ഇന്നേ ദിവസം ഒന്ന് ലോട്ടറി പരീക്ഷണം നടത്തുക. ചെറിയൊരു തുകയെങ്കിലും സമ്മാനമായിട്ട് ലഭിക്കാൻ ഭാഗ്യമുള്ളൊരു നക്ഷത്ര ജാതകരാണ് ഇവർ. ഇവരുടെ ശത്രുക്കളുടെ ശക്തി കുറയുന്നത് ഇവർക്ക് ഏറെ ഗുണം ചെയ്യും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുതിർന്നവരിൽ നിന്നുള്ള സഹായ സഹകരണം ഉണ്ടാകും. ശ്വാസം മുട്ടൽ, പനി, ചുമ, കാലിന് തരിപ്പ്,
നടുവും പുറവും വേദന, പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവ മാറിക്കിട്ടും. വാഹനങ്ങളിൽ നിന്നും മറ്റും വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇന്നേ ദിവസം വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മനസ്സിന് സ്വസ്ഥത വർദ്ധിക്കും. ഉറക്കം കുറയാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും നീങ്ങിത്തുടങ്ങും. ഇവർ ദോഷശാന്തിക്കായിട്ട് വിദ്യാർത്ഥികൾ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാമന്ത്രം പുഷ്പാഞ്ജലിയും മറ്റുള്ളവർ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലിയും കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഉദ്യോഗ കയറ്റത്തിന് സാധ്യത കണ്ടു തുടങ്ങുന്നുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കാണും. പലവിധ ഐശ്വര്യ അനുഭവങ്ങളും ഉണ്ടാകും. ഉൾഭയം വർദ്ധിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വഴിയിൽ തടഞ്ഞു നിർത്തിയുള്ള മോശം അനുഭവങ്ങൾ മാറും. കാര്യതടസ്സങ്ങളും നീങ്ങിക്കിട്ടും. കാലാവസ്ഥ വ്യത്യാസം മൂലം ശരീരക്ഷീണം കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധ്യതകളുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അലസത ഉണ്ടാകും. ദാമ്പത്യ ബന്ധം മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ നീങ്ങും. പ്രോജക്റ്റുകളുടെയും ശില്പങ്ങളുടെയും മറ്റും നിർമ്മാണത്തിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട്. പുതിയ വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ ഇവ ലഭിക്കും. ബന്ധുജനങ്ങളുടെ വേർപാട് ദുഃഖത്തിലാഴ്ത്തും. ഉദരബന്ധിയായ രോഗങ്ങൾ, വായുകോപം ഇവ ശ്രദ്ധിക്കണം. കൊളസ്ട്രോളിനോട് അനുബന്ധിച്ചിട്ടുള്ള പല അസുഖങ്ങൾക്കും ഇന്നേ ദിവസം ശമനം കണ്ടു തുടങ്ങും. ഇന്നൊട്ടനവധി നല്ല കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയും ഇവർക്ക് കൂടുതലാണ്. വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം ഇവർക്ക് ലഭിക്കും. വാടക വീടുകളിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് താമസം മാറേണ്ടതായിട്ടുള്ള അവസരങ്ങൾ സംജാതമാകും. കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസം വേണ്ട. യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇന്നേ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സർക്കാർ കമ്പനി ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു തൊഴിലിനുള്ള അവസരം കാണുന്നുണ്ട്. ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനാകും. ഈ ദിവസം ഇവരൊരു ലോട്ടറി പരീക്ഷണം എന്തുകൊണ്ടും നല്ലതാണ്. ചില സാമ്പത്തിക നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ശരീരത്തിനുള്ള ക്ഷീണം കുറഞ്ഞു തുടങ്ങും. കാര്യതടസ്സങ്ങൾ ക്ഷമയോടുകൂടി നേരിടണം. ദുർവ്യയങ്ങൾ തടയാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും വിട്ടൊഴിയും. മനസ്സ് എപ്പോഴും സ്വസ്ഥമായിരിക്കും. ദാമ്പത്യ കലഹങ്ങൾ മാറിത്തുടങ്ങും. പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കാൻ ശ്രദ്ധിക്കണം. ധനലാഭ ഐശ്വര്യങ്ങൾ മാറും. പ്രതാപത്തോട് ജീവിക്കാൻ ശ്രമിക്കണം. സഹായികളിൽ നിന്ന് അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. മനോദുഃഖവും അലച്ചിലും കുറഞ്ഞു തുടങ്ങും. അലസതകൾ വിട്ടൊഴിയും. കേസുകാര്യങ്ങളിൽ വിജയിക്കും. തൊഴിലിൽ നിന്ന് വരുമാനം നന്നായി ലഭിക്കും. പണം ഇടപാടുകളിൽ വഞ്ചിക്കപ്പെടാൻ ഇടയുണ്ട്. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകും. തീർത്ഥയാത്രകൾ മുടങ്ങിപ്പോകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇവർ ദോഷശാന്തിക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പല വിധത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. സന്തോഷത്തോടെ ഇരിക്കാൻ പല കാര്യങ്ങളും ഇവർക്ക് ലഭിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സുഖശയനം ഉണ്ടാകും. ധനാഗമം ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനബദ്ധിയായ പ്രതിസന്ധികളും ഉണ്ടാകും. ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളും ഇന്നേ ദിവസം നേടിയെടുക്കാൻ പറ്റും. വാക്കുദോഷം മൂലമുള്ള അനർത്ഥങ്ങൾ വിട്ടൊഴിയും. കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അപമാനം ഏൽക്കേണ്ടതായിട്ട് വരും. രോഗശാന്തി പ്രതീക്ഷിക്കാം. ഭക്ഷണത്തിലൂടെയും മുറിവിലൂടെയും വിഷാംശം ഏൽക്കാൻ ഇടയുണ്ട്. കഫക്കെട്ട് മൂലമുള്ള തലവേദന, മുടികൊഴിച്ചിൽ, ത്വക്കുബന്ധിയായ അസുഖങ്ങൾ
തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ആത്മവിശ്വാസം നിലനിർത്താൻ ശ്രദ്ധിക്കണം. നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല സമയമാണ്. ഇവർ ദോഷശാന്തിക്കായിട്ട് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക.